ഹായ്, എല്ലാവരുടെയും പഠനമൊക്കെ എവിടം വരെയായി? നന്നായിട്ട് പോകുന്നുണ്ടോ? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഭാഗമാണ്. എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചൊവ്വ പര്യവേഷണ ദൗത്യവുമായി ബന്ധപ്പെട്ട് നാസ വിക്ഷേപിക്കാനൊരുങ്ങുന്ന സൗരോർജ്ജ വിമാനമാണ് മാഗി. ചൊവ്വ പര്യവേഷണ ദൗത്യവുമായി ബന്ധപ്പെട്ട് നാസ വിക്ഷേപിക്കാനൊരുങ്ങുന്ന സൗരോർജ്ജ വിമാനം മാഗി ചൊവ്വയിലെ ജല മീഥേൻ സാന്നിധ്യം, കാന്തിക ക്ഷേത്രം എന്നിവയുടെ പഠനമാണ് മാഗി എന്ന് പറയുന്ന ചൊവ്വ പര്യവേഷണ ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചി. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ജനുവരി 23 ആഘോഷിച്ചത്? 127ാമത്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി 23 സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് സിരിജഗൻ കമ്മീഷൻ. സിരിജഗൻ കമ്മീഷനാണ് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി. വോട്ടിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വോട്ടിംഗ് മെഷീൻ അവരെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി നടത്തുന്ന പര്യടനമാണ് വോട്ട് വണ്ടി. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. ലോകബാങ്കുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഏകാരോഗ്യ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കുന്നത് ഒഡീഷയിലാണ്. വിദ്യാഭ്യാസം ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം ഈ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. 2025 നടക്കുന്ന ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്നത് ഹാർബിൻ. ചൈനയിലെ ഹാർബിനാണ് 2025 നടക്കുന്ന ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്നത്. 9ാമത് ഏഷ്യൻ വിൻ്റർ ഗെയിംസാണ് ചൈനയിലെ ഹാർബിനിൽ നടക്കുന്നത്. 96ാമത് ഓസ്കാർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമയാണ് ഓപ്പൺ ഹൈമർ. ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺ ഹൈമർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് ചിലിയിലെ ഓഗോസ് ദേൽ സലാദോ. 2024 ജനുവരിയിൽ 100ാമത് ചരമവാർഷികം ആചരിച്ച റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പിയും USSRൻ്റെ സ്ഥാപകനുമായ വ്യക്തിയാണ് ലെനിൻ. ഇന്ത്യയിലെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ്ജ പാനൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന PMSY. ഇന്ത്യയിൽ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമമന്ത്രാലയം ആരംഭിച്ച ന്യായസേതു ടോൾ ഫ്രീ നമ്പറാണ് 14454. 14454 ആണ് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമമന്ത്രാലയം ആരംഭിച്ച ന്യായസേതു ടോൾ ഫ്രീ നമ്പർ. 27 തവണ ലോക ബില്ലിയാർഡ്സ് ആൻഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ലഭിച്ച ഇന്ത്യൻ കായിക താരമാണ് പങ്കജ് അദ്വാനി. അപ്പോൾ പങ്കജ് അദ്വാനി ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബില്ലിയാർഡ്സ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നത് എന്നാണ് ഈ വർഷം, അതായത് 2024 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നത്. 2024 ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് സുറയ്യ. ഇന്ത്യ, UAE, ഫ്രാൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ് എക്സസൈസ് ഡെസേർട്ട് നൈറ്റ്. ഇന്ത്യ, UAE, ഫ്രാൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ് എക്സസൈസ് ഡെസേർട്ട് നൈറ്റ്.
2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ബ്രിട്ടൻ. പരാക്രം ദിവസ് ഓർ ദേശ് പ്രേം ദിവസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 ആചരിക്കുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അനുപ്രിയ. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്ന നഗരം ബംഗളൂരുവാണ്. അപ്പോളോ ക്യാൻസർ സെൻറ്ററിലാണ് ഇത് നിലവിൽ വരുന്നത്. ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാര തുകയാണ് 10 ലക്ഷം രൂപ. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് K-Walk. രണ്ടാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് നമ്മളിത് മനസ്സിലാക്കിയതാണ്. മലപ്പുറമാണ്. 2ാം സ്ഥാനത്ത് പാലക്കാട്, 3ാം സ്ഥാനത്ത് തൃശ്ശൂർ. 2023 ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം രോഹൻ പ്രേം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ മുഖ്യ സ്പോൺസർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി, ടാറ്റ ഗ്രൂപ്പാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡാണ് NH66. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് NH66. ഈ NH66നെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേയേറെ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. ചരിത്രത്തിൽ ആദ്യമായി ഹോങ്കോങ് ഓഹരി വിപണിയെ ഇന്ത്യൻ വിപണി പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറി. 1924 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച കായ് ചട്നി ഏത് സംസ്ഥാനത്തെ വിഭവമാണ്? ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ കായാണ് ഏത് കായ് ചട്നി, അതായത് GI ടാഗ് പദവി ലഭിച്ച കായ് ചട്നി ഈ സംസ്ഥാനത്തെയാണ്? ഒഡീഷയിലെ മയൂർഭഞ്ച്. 2023 സാങ്കല്പിക ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ നായകനായി നമ്മളിത് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, രോഹിത് ശർമ്മയാണ്. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയമാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ ഭവൻ. 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച കാച്ചിഗറക് സംസ്ഥാനത്തെ ഏത് സംസ്ഥാനത്തെ ഫലമാണ്? 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച കാച്ചിഗറക് ഏത് സംസ്ഥാനത്തെ ഫലമാണ്? ഗുജറാത്ത്. വെളിച്ചം വിളക്ക് തേടുന്നു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് AK പുതുശ്ശേരി. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ്? ഓർത്തിരിക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് പ്രഭാവർമ്മ. 2024 ജനുവരി ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. അപ്പോൾ ചന്ദുബി ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്? ആസാമിൽ. അടുത്തിടെ കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് M മെഹബൂബ്. സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ പാപ്പനംകോട്. 29ാമത് ക്രിട്ടിക്സ് ചോയ്സ് പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം ഒപ്പൺഹൈമർ, സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. മികച്ച സംവിധായകനും ക്രിസ്റ്റഫർ നോളനായിരുന്നു. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ പോൾ ജിയാമാട്ടി. ചിത്രം ദി ഹോൾഡോവേഴ്സ്. മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണ് സിഗരിറ്റിസ് മേഗമലൈൻസിസ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണ് സിഗരിറ്റിസ് മേഗമലൈൻസിസ്. 2024 ജനുവരി അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു TH മുസ്തഫ. പ്രഥമ കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കാണ്. തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിലാണ് പ്രഥമ കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. 2024 ജനുവരിയിൽ 2500 വർഷം പഴക്കമുള്ള നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ആമസോൺ കാടുകളാണ് ബ്രസീലിൽ.
നിർമ്മിത ബുദ്ധി തിരഞ്ഞെടുപ്പിനെ ഗുരുതരമായി ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ട സംഘടന വേൾഡ് എക്കണോമിക്സ് ഫോറമാണ്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തിരഞ്ഞെടുപ്പിനെ ഗുരുതരമായി ബാധിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവിട്ട സംഘടന വേൾഡ് എക്കണോമിക്സ് ഫോറം. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സാറാ സിഫ്ര. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സാറാ സിഫ്രയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 2024 ജനുവരിയിൽ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. കറ എന്ന നോവൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സാറാ ജോസഫിൻ്റെ കറ എന്ന നോവലിനാണ് 2024 ജനുവരിയിൽ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വിപണി മൂല്യത്തിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്കായ SBIയെ പിന്തള്ളി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് ചിറാഗ് സഖ്യമാണ് മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ഫൈനൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശാണ്. 2024 ജനുവരിയിൽ റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. 2024 ജനുവരിയിൽ റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ഗൾഫ് രാജ്യം സൗദി അറേബ്യ. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വേദിയാകുന്നത് വർക്കലയാണ്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വർക്കലയാണ്, തിരുവനന്തപുരത്ത്. അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത് US ആണ്. മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത് US ആണ്. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് ന്യൂയോർക്കിലാണ്. പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമ യമാഷിട്ട. ജപ്പാനിലെ യോഷിമ യമാഷിറ്റയാണ് പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. പ്രൈം വോളിബോൾ ലീഗ് അതിൻ്റെ പുതിയ അംബാസഡറായി തിരഞ്ഞെടുത്തത് ഹൃതിക് റോഷനെയാണ്. പ്രൈം വോളിബോൾ ലീഗിൻ്റെ പുതിയ അംബാസഡറായി നിയമിതനായത് ഹൃതിക് റോഷൻ. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം സ്വന്തമാക്കിയത് MG സർവകലാശാലയാണ്. 44ാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയായത് ചിറ്റൂർ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയത് കോഴിക്കോടാണ്. അപ്പോൾ കൂട്ടുകാരെ സെറ്റല്ലേ? നമ്മൾ ജനുവരി 2024 കറണ്ട് അഫേഴ്സ് ആനുകാലികം 3 വീഡിയോയിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ് വീണ്ടും കാണുക. അപ്പോൾ എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. ഓക്കെ, ഹായ്. എല്ലാവരുടെയും പഠനമൊക്കെ എവിടം വരെയായി? നന്നായിട്ട് പോകുന്നുണ്ടോ?